നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചേർത്തലയിൽ മുക്കുപണ്ട തട്ടിപ്പ്. ഒരു തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് മുക്കുപണ്ടം പണയപ്പെടുത്തി 1 കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന് പോലീസ്. കായംകുളം ഭരണിക്കാവിൽ നിലം നികത്തൽ വ്യാപകം, പ്രതിഷേധം ശക്തം. ഭൂമാഫിയയാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപണം. ചേർത്തല നഗരത്തിൽ വീണ്ടും മാലിന്യം നിറയുന്നു. നഗരഹൃദയത്തിലെ പുത്തൻതോടിൻ്റെ സ്ഥിതി പഴയ അവസ്ഥയിലേക്ക് മാറുന്നു. ചേലത്ത ചേർത്തല ജലരേഖയാകുന്നുവെന്ന് ആക്ഷേപം. ആലപ്പുഴ കുടുംബക്കോടതി അപൂർവമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയായി. 14 വർഷം മുമ്പ് വേർപിരിഞ്ഞ ദമ്പതിമാർ പുനർവിവാഹത്തിന് തീരുമാനിച്ചു. കളർകോട് സ്വദേശി സുബ്രഹ്മണ്യനും കുതിരപ്പന്തി സ്വദേശിനി കൃഷ്ണകുമാരിയുമാണ് മകൾക്ക് വേണ്ടി ഒന്നിക്കാൻ തീരുമാനിച്ചത്. കൈയടിച്ച സമൂഹം. മുട്ടാർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആകാശയാത്രയുടെ ആവേശത്തിൽ. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായിട്ടാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിമാനയാത്ര ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ചേർത്തലയിൽ മുക്കുപണ്ട തട്ടിപ്പ്. 4 പേർ ചേർത്തല പോലീസിൻ്റെ പിടിയിലായി. ഒരു കോയമ്പത്തൂർ സ്വദേശിയും അരൂക്കുറ്റി പാണാവള്ളി സ്വദേശികളായ 3 പേരുമാണ് പിടിയിലായത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി 1 കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തെന്ന് പോലീസ് പറഞ്ഞു. മുക്കുപണ്ടം ഉണ്ടാക്കി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 1 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ 4 പേരാണ് ചേർത്തല പോലീസിൻ്റെ പിടിയിലായത്. പാണാവള്ളി തൃച്ചാറ്റുകുളം സ്വദേശി 32 വയസ്സുള്ള സിയാദ്, അരൂക്കുറ്റി സ്വദേശി 32 വയസ്സുള്ള നിയാസ്, അരൂക്കുറ്റി വടുതല സ്വദേശി 45 വയസ്സുള്ള റിയാസ്, കോയമ്പത്തൂർ തെലുങ്കുപാളയം സ്വദേശി അറുമുഖം എന്നിവരെയാണ് ചേർത്തല പോലീസ് പിടികൂടിയത്. കോയമ്പത്തൂർ സ്വദേശിയായ അറുമുഖം എന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് പ്രതികൾ മുക്കുപണ്ടം പണിയിപ്പിച്ചത്. 1.5 മുതൽ 2.5 ഗ്രാം വരെ മാത്രം സ്വർണം മുകൾ ഭാഗത്ത് ചേർത്താണ് 10 ഗ്രാം തൂക്കം വരുന്ന വളകൾ നിർമ്മിച്ചത്. നിയാസ്, സിയാദ് എന്നിവരാണ് കോയമ്പത്തൂരിൽ പോയി വളകൾ പണിയിച്ച് മടങ്ങുന്നത്. 250ഓളം സ്വർണ്ണവളകളാണ് ഇത്തരത്തിൽ പ്രതികൾ പണിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷക്കാലമായി പ്രതികൾ തട്ടിപ്പ് നടത്തിവരികയായിരുന്നു. സാമ്പത്തികം അത്യാവശ്യമുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തി അവരെ കൊണ്ടാണ് സ്വർണം പണയം വെപ്പിച്ചിരുന്നത്. ഒരു വലിയ തുക സ്വർണ്ണ പണയത്തിലൂടെ വാങ്ങിയ ശേഷം സുഹൃത്തുക്കൾക്ക് ചെറിയ തുക മാത്രം നൽകി ബാക്കി തുക പ്രതികൾ വീതിച്ചെടുക്കുകയായിരുന്നു പതിവ്. ചേർത്തലയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പ്രതികൾ മുക്കുപണ്ടം പണയം വെച്ചു. തിരികെ എടുക്കാതെ വന്നപ്പോൾ ധനകാര്യ സ്ഥാപനം സ്വർണം ലേലം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനെ തുടർന്നാണ് തട്ടിപ്പ് വെളിപ്പെട്ടതെന്ന് ചേർത്തല ഡിവൈഎസ്പി എസ് ഷാജിയും CI ജി പ്രൈജുവും പറഞ്ഞു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന ഒരു സംഘത്തെയാണ് ഇന്ന് ചേർത്തലയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ ഈ അലൂമിനിയം കമ്പികളിൽ വളരെ കട്ടിക്ക് ഗോൾഡ് പൂശി ഇത് കൊണ്ടുവന്ന് ഫൈനാൻസിയേഴ്സുകളിൽ പണയം വെച്ച് പണം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാനായിട്ട് വരുന്നില്ല. അങ്ങനെ പലയിടത്തും എടുക്കാനായിട്ട് വരാതിരുന്നത് കണ്ടപ്പോഴാണ് ഇവർ ഇത് പരിശോധിച്ചപ്പോൾ ശരിക്കും മുറിച്ച് നോക്കിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പ്രതികളിൽ ഒരാൾ ഈ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് വെച്ച് ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരും മറ്റു 3 പേരും ഇതിൻ്റെ ഈ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് പണയം വെക്കുന്ന ആൾക്കാരുമാണ്. ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുടെ ഒരു നിയാസാണ്. നിയാസ്, സിയാദ്, ഒരു ഷജീർ, ഇവർ 3 പേരാണ് ഈ സാധനം അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് അവരുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെ വഴി പണയം വെപ്പിക്കും. സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഇവിടെ കൊണ്ട് ഗോൾഡ് വിൽക്കാൻ പറ്റില്ല. വിൽക്കാൻ കൊണ്ട് ചെന്ന് അവർ ജ്വല്ലറിക്കാരത് കത്തിച്ചു പോകും. അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യേണ്ടവരൊന്ന് അതുകൊണ്ട് വിൽക്കാൻ അവർ ചെയ്യില്ല. അവർ പണയം വയ്ക്കുകയുള്ളൂ. ഇവർ മേടിക്കുന്ന 17,000 രൂപ 20,000 രൂപയ്ക്കാണ് ഒരെണ്ണം മേടിക്കുന്നത്. 10 ഗ്രാം 11 ഗ്രാം ഉണ്ട് അതിൻ്റെ വെയിറ്റ്. വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് 40,000 രൂപ 50,000 രൂപയ്ക്ക് പണയം വയ്ക്കും. ഇത് വയ്ക്കുന്നവന് 5,000 രൂപ കൊടുക്കും. അവനും അറിയാം ഇത് ഉടായ്പ സാധനമാണെന്നറിയാം. ബാക്കി അവർ ഷെയർ ചെയ്തെടുക്കും ഈ ബാക്കി കിട്ടുന്ന പൈസ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ 250ഓളം വളകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 250ഓളം വള 2.5 കിലോ ആയി. അപ്പം ആലപ്പുഴയുടെ മാത്രമല്ല തിരുവനന്തപുരം, എറണാകുളം ഭാഗങ്ങളിലും ഈ സെയിം സ്ഥാപനത്തിൽ നിന്ന് ഇവരിങ്ങനെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ട്, വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിവ്.
സ്വർണ്ണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 10-15 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ ഒരു പവൻ്റെ വില തന്നെ പണയം സ്വർണ്ണക്കാർ കൊടുക്കും. അപ്പോൾ ആ പൈസ കൊണ്ടവർ ചിലർ ലാവിഷായിട്ട് ജീവിതം നയിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന കുറച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഈ കേസുകൾ ഇങ്ങനെ നോക്കുന്നത്. മുക്കുപണ്ടം വെച്ച് ലഭിക്കുന്ന പണം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ചേർത്തല ഡിവൈഎസ്പി എസ് ഷാജിയുടെ നേതൃത്വത്തിൽ CI G പ്രൈജു, സബ് ഇൻസ്പെക്ടർമാരായ KP അനിൽകുമാർ, RL മഹേഷ്, ബൈജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KP സതീഷ്, ഗിരീഷ്, അരുൺകുമാർ, അജയ്, ധൻരാജ് D പണിക്കർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 250ഓളം വളകളാണ് പ്രതികൾ ഇത്തരത്തിൽ പണയം വെച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കായംകുളം ഭരണിക്കാവിൽ നിലം നികത്തൽ വ്യാപകമെന്ന് പരാതി. വൻ ഭൂമാഫിയാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപണം. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കട്ടച്ചിറ 19-ാം വാർഡിലെ പള്ളിക്കലേത്ത് ജയന്തി വിഹാർ റോഡിന് പടിഞ്ഞാറ് വശമുള്ള ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ ഗുണ്ടാസംഘങ്ങളുടെ ഒത്താശയോടെ കറ്റാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നേതൃത്വത്തിൽ നികത്തുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മഴക്കാലമായാൽ ഈ വയലിന് തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ പെയ്ത്ത് വെള്ളം ഒഴുകിയെത്തുന്നത് ഈ വയലിലേക്കാണ്. ഇവിടെ മണ്ണടിച്ച് നികത്തിയാൽ സമീപ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സമീപവാസികൾ പറയുന്നു. ഭരണിക്കാവ് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂമാഫിയ പിടിമുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഭരണിക്കാവ് വില്ലേജും കറ്റാനം വില്ലേജും 2 വില്ലേജാണ് ഭരണിക്കാവ് പഞ്ചായത്തിലുള്ളത്. കറ്റാനം വില്ലേജിലെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവരുടെ ജോലിക്കാരുടെ പേരിലാക്കിക്കൊണ്ട് 5 സെൻറ്റ് 10 സെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പേരി കൂട്ടി അത് രാത്രി കാലങ്ങളിൽ മണ്ണടിച്ച് നികത്തി, അത് ഗുണ്ടാസംഘങ്ങളുടെ നേതൃത്വത്തിൽ മണ്ണടിച്ച് നികത്തി അത് വലിയ വിലയ്ക്ക് വിറ്റ് അങ്ങനെ കറ്റാനം വില്ലേജിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളെല്ലാം നികന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ വെള്ളക്കെട്ട് കൊണ്ട് ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കറ്റാനം പ്രദേശം. അത് നമുക്കറിയാം, ഒരുപാട് കേസുകൾ ഇന്ന് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഉണ്ട്. 2023 മെയ് മാസത്തിലാണ് ഈ നിലം നികത്തുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഘട്ടം ഇവിടെ നടക്കുന്നത്. ഇവിടെ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് വലിച്ചു നീക്കി പുരയിടമാക്കുന്നതിൻ്റെ ആയിരുന്നു ആദ്യ ഘട്ടം. വഴി റോഡ് പോലെ ആക്കിക്കൊണ്ട് പുരയിടമാക്കാനുള്ള ശ്രമമാണ് ആദ്യം നടന്നത്. അത് പ്രദേശവാസികളുടെ പരാതി എന്നെ പ്രദേശവാസികൾ അറിയിച്ച അനുസരിച്ച് ഞാൻ സ്ഥലം സന്ദർശിക്കുകയും അതനുസരിച്ച് ഞാൻ വില്ലേജ് ഓഫീസിൽ പരാതി നൽകുകയും കളക്ടറേറ്റിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീടാണ് ഈ ടിപ്പർ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ മണ്ണടിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പ്രദേശവാസികളും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് തടയുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണടിക്കുന്ന ഒരു പ്രവർത്തനം വീണ്ടും തുടരുന്നത്. അത് ഈ ഭൂമാഫിയ കുറേശ്ശെ സ്ഥലങ്ങൾ 5 സെൻറ്റ് 10 സെൻറ്റ് വീതം പലരുടെ പേരിലാക്കിക്കൊണ്ട് കുറേശ്ശെ നികത്തി ഇവിടെ വില്ല പണിയാനുള്ള കുറഞ്ഞ വിലയ്ക്ക് വസ്തു വാങ്ങിച്ചുകൊണ്ട് വൻ വിലയ്ക്ക് ഈ വില്ല പണിഞ്ഞ് വിൽക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ ഈ പ്രദേശം വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ഈ റോഡിൽ കൂടി പോലും ആർക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ നികത്തി കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളെല്ലാം വെള്ളത്തിനടിയിലാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. 2023 മെയ് മാസം നികത്തുവാൻ നടന്ന ശ്രമം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തടയുകയും വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ പാടശേഖരങ്ങൾ അനധികൃതമായി നികത്താനാകില്ലെന്ന് കാട്ടി വില്ലേജ് ഓഫീസർ അന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ടിപ്പർ ലോറികളിൽ മണ്ണടിച്ച് നികത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി സമീപവാസികളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ടൈനോസ്, കായംകുളം. ചേർത്തല നഗരത്തിൽ വീണ്ടും മാലിന്യം നിറയുന്നു. ചേർത്തല നഗരഹൃദയത്തിലെ AS കനാൽ എന്നറിയപ്പെടുന്ന പുത്തൻതോട്ടിൽ നിറയെ മാലിന്യം. ചേർത്തല പദ്ധതി ജലരേഖയാകുന്നുവെന്ന് ആക്ഷേപം. നഗരഹൃദയത്തിലെ പ്രധാന കനാലായ AS കനാൽ അഥവാ പുത്തൻതോട്ടിൽ മാലിന്യം നിറഞ്ഞ കുമിയുന്നു. നീരൊഴുക്ക് നിലച്ച മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതി. രൂക്ഷമായ ദുർഗന്ധം. യാത്രക്കാരും സമീപവാസികളും വിവരണാതീതമായ ദുരിതം നേരിടുന്നു. 5000 രൂപ 6000 രൂപ കച്ചവടം ഉണ്ടായിരുന്ന എനിക്ക് ഇന്നിപ്പം നിലവിൽ 1000 രൂപ തികച്ച് വിൽക്കാൻ ഒക്കുന്നില്ല ഒരു ദിവസവും. ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ ഒരാളാണ്. എനിക്ക് മറ്റ് തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ തോടിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. മുനിസിപ്പാലിറ്റി എവിടെയാണെന്നുള്ളത് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മണം കൊണ്ട് ഈ പരിസരത്തിരിക്കുന്ന ഒരു കച്ചവടക്കാർക്കും
ഇരുന്ന് പണിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. മണം കൊണ്ട് നിൽക്കാൻ പാടില്ല, ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ പറ്റില്ല മണം കൊണ്ട്. ഞങ്ങളിവിടെ നിന്നാ വയ്ക്കണം, മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയല്ല. എല്ലാം ഭയങ്കര സ്മെല്ലാണ്. ഇപ്പം മിക്കവാറും മഴക്കാലം വരും, മിക്കവാറും ഡെങ്കി കൊതുക് എല്ലാം വരുത്തും മിക്കവാറും. എടുത്ത മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഒന്നും നോക്കുന്നില്ല എല്ലാം. അല്ല, ഇപ്പം മന്ദിരവും തന്നെ നമുക്ക് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പം അതില്ലായിരിക്കുവാണ്. ഇനിയിപ്പം ഈ മഴയോട് കൂടി മിക്കവാറും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് ഗവൺമെൻറ്റും നോക്കുന്നില്ല, ഇവിടുത്തെ മെമ്പർമാരും നോക്കുന്നില്ല, ഒന്നുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ വീടുകളിലും കോർപ്പറേഷൻകാർ കയറി ആവശ്യത്തിന് പെറ്റിയടിക്കുന്നുണ്ട്, നോട്ടീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും ഒന്നും കണ്ണിപ്പെടുന്നില്ല. എന്തുമാത്രം മാലിന്യം, ഇത്ര എന്തിനും കൊതുകാണെന്നറിയാവോ, എന്തുമാത്രം അസുഖങ്ങളുണ്ടാകുന്നറിയാം നാട്ടുകാർക്ക്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ശ്രദ്ധിക്കാനായിട്ടുള്ള സമയമില്ല. സത്യം പറഞ്ഞാൽ അത് ഇതൊന്ന് ക്ലീൻ ചെയ്തതാണ്, പിന്നെയും അത് ഇത്രയും മാലിന്യീകരിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു ഇത് അവരുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് മറ്റൊരു ദുരിതം. മത്സ്യ മാംസാവശിഷ്ടങ്ങളും മറ്റു വേസ്റ്റുകളുമൊക്കെ കനാലിലേക്ക് തള്ളുന്നുണ്ട്. സെൻറ് മേരീസ് പാലം നിർമ്മാണത്തിനായി ബണ്ട് കെട്ടിയതിനാൽ നീരൊഴുക്ക് കാര്യമായി തടസ്സപ്പെട്ട് കിടക്കുന്നു. പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നു. പി തിലോത്തമൻ മന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് കനാൽ നവീകരണ പദ്ധതി നടപ്പാക്കിയെങ്കിലും വൈകാതെ സ്ഥിതി പഴയ നിലയിലായി. ചേലൊത്ത ചേർത്തല പദ്ധതി പ്രകാരവും കനാൽ വൃത്തിയാക്കലും ശുചിയാക്കലുമൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ലെന്നാണ് സാഹചര്യങ്ങൾ തെളിയിക്കുന്നത്. ചേലൊത്ത ചേർത്തലയുടെയും മറ്റും പേരിൽ ലക്ഷങ്ങൾ എഴുതി തള്ളുമ്പോൾ ഇതുപോലുള്ള നഗരഹൃദയത്തിലൂടെ പോകുന്ന തോട് കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നാണ് ഇവിടുത്തെ നഗരത്തിലെ ജനങ്ങളുടെ ഒരു സംശയം. കാരണം നമുക്കെല്ലാം അറിയാം, ചേലൊത്ത ചേർത്തല എന്ന് പറഞ്ഞ് ഒരുപാട് പബ്ലിസിറ്റിയും മറ്റും നൽകുമ്പോൾ അതിന് മാലിന്യമൊത്ത ചേർത്തല എന്നൊരു പേര് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ചേർത്തലയുടെ ഈ പ്രധാനപ്പെട്ട തോട് കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞ കൗൺസിലിൽ നമ്മുടെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് വേണ്ടത്ര പ്രാതിനിധ്യവും മറ്റും കൊടുക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് ചേർത്തല നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മാലിന്യങ്ങളും മറ്റും ശേഖരിക്കാൻ വേണ്ടി ഒരു വള്ളം കൊടുത്തിട്ട് അതുവരെ അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ചേർത്തല നഗരസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ മറ്റു കൗൺസിലിൽ മറ്റു സമരപരിപാടികളുമായിട്ട് പോകുവാൻ വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അതിനനുസരിച്ച് ഞങ്ങൾ വേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കനാൽ നവീകരണത്തോടൊപ്പം ക്യാമറ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും യാഥാർത്ഥ്യമായില്ല. ഇതും മാലിന്യം തള്ളുന്നവർക്ക് തുണയായി. മഴക്കാലം വാതിൽപ്പടിയിലെത്തി. ദുരിതം ഇനിയും വർദ്ധിക്കും. മാലിന്യ വിമുക്ത നവകേരളം പദ്ധതിക്കും ചേലൊത്ത ചേർത്തല പദ്ധതിക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവമതിപ്പ് ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ കുടുംബ കോടതി അപൂർവമായ ഒരു സംഭവത്തിന് സാക്ഷിയായി. 14 വർഷം മുമ്പ് വേർപിരിഞ്ഞ ദമ്പതിമാർ വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചു. കുടുംബ കോടതിയുടെ ഇടപെടലാണ് ഒന്നിക്കാൻ തീരുമാനിച്ചത്. കളർകോട് സ്വദേശി സുബ്രഹ്മണ്യനും കുതിരപ്പന്തി സ്വദേശി കൃഷ്ണകുമാരിയുമാണ് മകൾക്ക് വേണ്ടി ഒന്നിക്കാൻ തീരുമാനിച്ചത്. കൈയടിച്ച സമൂഹം. വിവാഹബന്ധം വേർപെടുത്തിയ ദമ്പതികൾ നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരസ്പരം ഒന്നിക്കാൻ തീരുമാനിച്ചു. ആലപ്പുഴ കുടുംബ കോടതിയിൽ നിന്നാണ് ഈ സുന്ദരമായ വേറിട്ട കാഴ്ച. ഏക മകൾക്ക് വേണ്ടിയാണ് ആലപ്പുഴ സ്വദേശികളായ ഇരുവരും ഒന്നിക്കാൻ തീരുമാനിച്ചത്. അപൂർവമായ ഒരു മുഹൂർത്തത്തിനാണ് വ്യാഴാഴ്ച ആലപ്പുഴ കുടുംബ കോടതി സാക്ഷിയായത്. 14 വർഷം മുമ്പ് പരസ്പരം വേർപിരിഞ്ഞ ദമ്പതികൾ സ്വന്തം മകളുടെ ജീവിത സുരക്ഷയെ കരുതി ഒന്നിച്ചു. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു വേറിട്ട ഒത്തുചേരൽ. ആലപ്പുഴ കളർകോട് സ്വദേശിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലെ ഓഫീസ് അസിസ്റ്റൻറ്റുമായിരുന്ന 58 വയസ്സുള്ള സുബ്രഹ്മണ്യനും കുതിരപ്പന്തി രാധാനിവാസിൽ കൃഷ്ണകുമാരിയുമാണ് പുനർവിവാഹത്തിന് തയ്യാറായത്. മധുരം പങ്കിട്ട പുനഃസമാഗമത്തിന് സാക്ഷിയാകാൻ SSLCക്ക് A+ അടക്കം മികച്ച വിജയം നേടിയ മകൾ അഹല്യ എസ് നായരും എത്തിയിരുന്നു. പുനർവിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു മടക്കം. കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിന് സമീപത്തെ വാടക വീട്ടിലാകും ഇവരുടെ ഇനിയുള്ള താമസം. 2006 ഓഗസ്റ്റ് 31 ഇവരുടെ വിവാഹം. 2008 പെൺകുട്ടി ജനിച്ചു. നിസ്സാര പ്രശ്നത്തിൽ വഴക്കിട്ട ഇരുവരും അകന്ന് ജീവിക്കാൻ തുടങ്ങിയതോടെ കേസ് കോടതിയിലെത്തി. 2010 മാർച്ച് 29 നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തി. വാടയ്ക്കൽ അംഗൻവാടിയിലെ ഹെൽപ്പറായ കൃഷ്ണകുമാരിക്ക് 1.5 ലക്ഷം രൂപയും സ്വർണ്ണാഭരണം അടക്കമുള്ള സാമ്പത്തിക ബാധ്യതയും തിരിച്ചു നൽകിയാണ് അന്ന് വിവാഹമോചനം നേടിയത്.
മകളുടെ ചിലവിനായി ജീവനാംശം കിട്ടണമെന്ന് കാണിച്ച് 2020 ആലപ്പുഴ കുടുംബ കോടതിയിൽ ഹർജി നൽകി. സുപ്രീം കോടതിയുടെ വിധി പരിശോധിച്ച കോടതി പ്രതിമാസം 2000 രൂപ വീതം നൽകാനും വിധിച്ചു. ഇതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഇത് തള്ളിയ കോടതി പ്രശ്നം രമ്യമായി പരിഹരിക്കാനും നിർദ്ദേശിച്ചു. കേസ് വീണ്ടും കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ്റെ ചേംബറിൽ എത്തിയതോടെയാണ് ഇരുവരുടെയും മനസ്സുമാറിയത്. കുട്ടിയുടെ സംരക്ഷണം കണക്കിലെടുത്ത് ഒരുമിച്ച് താമസിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മധുരം പകർന്നാണ് സന്തോഷം പങ്കിട്ടത്. സുബ്രഹ്മണ്യന് വേണ്ടി അഭിഭാഷകരായ ആർ രാജേന്ദ്രപ്രസാദ്, എസ് വിമി, ജി സുനിത എന്നിവരും കൃഷ്ണകുമാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സൂരജ് ആർ മൈനാഗപ്പള്ളിയും ഹാജരായി. ഈ സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയും തമ്മിലുള്ള വിവാഹം 2006 നടക്കുന്നത്. 2006 ഇവർ വിവാഹശേഷം ഭാര്യാഭർത്താക്കന്മാരായി കളറുകോട് ജീവിക്കുകയായിരുന്നു. അതിനുശേഷം അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വെച്ച് ഒരു കുട്ടിയുണ്ടായി. കുട്ടി ഉണ്ടായതിന് ശേഷം ഉള്ള പൊരുത്തക്കേടുകൾ, ജീവിതത്തിലെ ചില അസ്വാരസ്യങ്ങൾ കാരണം കുടുംബ കോടതിയെ കൃഷ്ണകുമാരി സമീപിക്കുകയും ഡിവോഴ്സിനുള്ള ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് രമ്യതയിലായതിന് ശേഷം ഇരുവരും ചേർന്ന് കുടുംബ കോടതിയിൽ ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ്, പരസ്പര സമ്മതപ്രകാരമുള്ള ഹർജി 2010 കൊടുത്തു. അത് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാ സാമ്പത്തിക ഇടപാടുകളും തീർന്നെങ്കിലും കുട്ടിക്കുള്ള ജീവനാംശം അത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിപ്രകാരം അവർ കുട്ടിക്കുള്ള ജീവനാംശത്തിന് വേണ്ടി കുടുംബ കോടതിയെ സമീപിച്ചു. കുടുംബ കോടതി അത് അനുവദിച്ചു. ഭർത്താവ് അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കുട്ടിയുടെ ജീവനാംശം കൊടുക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്നും അതൊരു എഗ്രിമെൻറ്റിലൂടെ കുട്ടിയുടെ അവകാശം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും വന്നതിനെ തുടർന്ന് മാറ്റർ വീണ്ടും ആലപ്പുഴ കുടുംബ കോടതി വരികയും ആലപ്പുഴ കുടുംബ കോടതി ജഡ്ജി ഇതെല്ലാം പരിഗണിച്ച ശേഷം അദ്ദേഹം ഈ കേസ് പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹത്തിൻ്റെ ചേംബർ കൗൺസിലിങ്ങിന് എടുത്തു. 2010 ശേഷം ഇരുവരും പുനർവിവാഹം നടത്തിയിട്ടില്ലെന്ന് കണ്ടു. പ്രത്യേക സാഹചര്യങ്ങളുടെ പരിഗണിച്ച ശേഷം ബഹുമാനപ്പെട്ട കുടുംബ കോടതി ജഡ്ജി ശ്രീ വിദ്യാധരൻ സാർ അദ്ദേഹം വളരെ എഫേർട്ടെടുത്ത് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് വീണ്ടും പുനർവിവാഹം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം കക്ഷികളോടും അതേപോലെ തന്നെ അഭിഭാഷകരായ ഞങ്ങളുടെ മുന്നിൽ വെക്കുകയും ചെയ്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് കായലിൽ വീണ് കർണാടക സ്വദേശി മരിച്ചു. കർണാടക തുംകൂർ സ്വദേശി ബാലകൃഷ്ണയാണ് മരിച്ചത്. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് വീണ് കർണാടക സ്വദേശി മരിച്ചു. കർണാടക തുംകൂർ സ്വദേശി ബാലകൃഷ്ണയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കർണാടകയിൽ നിന്ന് വന്ന 40 അംഗ സംഘത്തിൽപ്പെട്ടയാളാണ് ബാലകൃഷ്ണ. 2 ബോട്ടുകളിലായാണ് സംഘം താമസിച്ചിരുന്നത്. ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കുമ്പോൾ കാൽ വഴുതി കായലിൽ വീഴുകയായിരുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ മുട്ടാർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആകാശയാത്രയുടെ ആവേശത്തിലാണ്. പ്രവർത്തന മികവിൻ്റെ പശ്ചാത്തലത്തിലാണ് മുട്ടാർ പഞ്ചായത്ത് അധികൃതർ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ആകാശയാത്ര ഒരുക്കിയത്. മുട്ടാർ പഞ്ചായത്ത് ഹരിതകർമ്മ സേന ബാംഗ്ലൂർക്ക് വിമാനയാത്ര നടത്തി. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് മുട്ടാർ പഞ്ചായത്ത്. മാലിന്യ വിമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഹരിതകർമ്മ സേന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവാർഡ് ലഭിച്ചത്. ഇതിനുള്ള ആദരവ് എന്ന നിലയിലാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആകാശയാത്ര ഒരുക്കിയത്. മെയ് മാസം 3-ാം തീയതി AC ട്രെയിനിൽ ബാംഗ്ലൂർ എത്തുകയും ബാംഗ്ലൂരിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരികെ വൈകുന്നേരം 8 മണിക്ക് നെടുമ്പാശ്ശേരിക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തി. 74 വയസ്സുള്ള പത്മിനി ചേച്ചിയും 34 വയസ്സുള്ള വിനീതയും അടക്കം 24 ഹരിതകർമ്മ സേനാംഗങ്ങൾ യാത്രയിൽ പങ്കെടുത്തു. വിമാനയാത്ര എന്നത് സ്വപ്നം മാത്രം എന്ന് കരുതിയിരുന്ന തങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കിയ പഞ്ചായത്തിനോട് നന്ദിയുണ്ടെന്നും ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ ഈ യാത്ര സഹായിക്കുമെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു. ഹരിതകർമ്മ സേനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഗുണം കൊണ്ട് പഞ്ചായത്തിന് കേരള സർക്കാരിൻ്റെ 2ാമത്തെ സ്വരാജ്യ ട്രോഫി മേടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഹരിതകർമ്മ സേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നാമത്തിൽ 12 മാസം QR കോഡ് പതിപ്പിച്ച് 100% യൂസർ ഫീസ് പിരിക്കുകയും ടൺ കണക്കിന് പ്ലാസ്റ്റിക് കയറ്റി വിടുകയും ചെയ്തിട്ടുണ്ട്. കേരളക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇങ്ങനെ ഇത്രയും ആലപ്പുഴ ജില്ലയിലെ 1ാം സ്ഥാനവും
കേരളത്തിൻ്റെ 2ാം സ്ഥാനവും മേടിച്ചതിൻ്റെ നന്ദി എന്ന രീതിയിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, അതായത് ഒരു കാരണവശാലും വിചാരിക്കാത്ത ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് കിട്ടി. അതായത് ബാംഗ്ലൂർ യാത്ര, അതൊരനുഭവം തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ, CDS ചെയർപേഴ്സൺ ജയ സത്യൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഭൂമിയിലെ ബാലാകമർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രയത്ന ഫലമാണ് ഈ അവാർഡ് കരസ്ഥമാക്കാൻ മുട്ടാർ ഗ്രാമപഞ്ചായത്തിനായത്. അവരോടുള്ള ആദരവ് സൂചകമായിട്ടാണ് നമ്മൾ ഈ വിമാനയാത്ര അറേഞ്ച് ചെയ്യുന്നത്. വളരെ രസകരമായ ഒരു വിനോദയാത്ര എന്ന് പറയാം. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് മുൻകൈ എടുക്കാനുള്ള കാരണം ഇവർ പഞ്ചായത്തിനോടുള്ള കടപ്പാട്, ആത്മാർത്ഥത, വളരെ സത്യസന്ധമായി സുതാര്യമായിട്ടുള്ള പ്രവർത്തനം, പഞ്ചായത്തിനോടുള്ള ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് മുൻകൈ എടുത്തത്. വരുന്ന ആളുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് വരുന്നത്. ടൈം ന്യൂസ് ആലപ്പുഴ. കായംകുളം എരുവയിൽ കുസൃതി കൊട്ടാരം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ചൈൽഡ് വെൽഫെയർ ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. നളന്തയുടെ ഓഫീസിന് സമീപത്ത് ആരംഭിച്ച ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കോർഡിനേറ്റർ പ്രഭാഷ് പാലാഴി അധ്യക്ഷനായി. ചൈൽഡ് വെൽഫെയർ ആലപ്പുഴ ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി വസന്തകുമാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് കൂട്ടുകൂടാൻ അവസരം കിട്ടുന്നുണ്ട്, കളിക്കാൻ അവസരം കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ആത്മവിശ്വാസം കിട്ടുന്നുണ്ട്, അല്ലേ? ഇത്രയും ആളുകളെ ഒരുമിച്ച് കിട്ടി അവരിലൂടെ ഇടപഴകുമ്പോൾ സമൂഹത്തിൽ നാളെ എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ എങ്ങനെ നിലനിൽക്കണം എന്ന ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് ക്യാമ്പുകൾ വഴി. പിന്നെ ഓരോരുത്തർക്കുമുള്ള ആ ഒരു ടേസ്റ്റ്, ഓരോ കുട്ടികൾക്കൊപ്പം പാട്ട് പാടാനായിരിക്കും ഒരാൾക്ക് താല്പര്യം, ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് കായികമായിട്ടുള്ള അവരുടെ വാസന വളർത്തുവാനായിരിക്കും താല്പര്യം. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ വേർതിരിച്ച് കാണുവാനും അതിനെ പരിപോഷിപ്പിക്കുവാൻ അവരുടെ രക്ഷകർത്താക്കൾക്ക് കഴിയുകയും ചെയ്യും. പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന വിഷയത്തിൽ കരുനാഗപ്പള്ളി സബ് ഇൻസ്പെക്ടർ ജി ഉത്തരക്കുട്ടൻ ക്ലാസ് നയിച്ചു. ശശികുമാരൻ പിള്ള, ജി സദാശിവൻ പിള്ള, ജി ആദർശ്, പത്തിയൂർ വിശ്വൻ, സൂര്യ സുരേഷ്, വിഷ്ണു ബാബു, ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഉണരാം ഉയരാം ഒന്നാകാം, വരയും കളിയും, കാവ്യ സല്ലാപം, പഠനയാത്ര എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ബിജു മാവേലിക്കര, ആർട്ടിസ്റ്റ് സുരേഷ് കായംകുളം, SS ബിജു എന്നിവർ വിവിധ വിഷയങ്ങളിലായി ക്ലാസുകൾ നയിക്കും. മെയ് 18 നടക്കുന്ന സമാപന സമ്മേളനം പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ ഉദ്ഘാടനം ചെയ്യും. ടൈം ന്യൂസ് കായംകുളം. ആലപ്പുഴ ജില്ലക്കാരുടെ പ്രവാസി സംഘടനയായ പ്രവാസി സമാജം ഇനി പുതിയ പേരിലേക്ക്. പ്രവാസി സമാജം ഗ്ലോബൽ എന്ന പേരിലാണ് ഇനി സംഘടന അറിയപ്പെടുന്നതെന്ന് ഭാരവാഹികൾ കായംകുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി കഴിഞ്ഞ 4 വർഷങ്ങളായി UAE പ്രവർത്തിക്കുന്ന സംഘടന ഇപ്പോൾ നമ്മളെ ഗ്ലോബൽ കമ്മിറ്റിയായി അത് രൂപാന്തരം പ്രാപിക്കുക. ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം UAE എന്നുള്ള പേര് മാറി ഇനി ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബൽ എന്നായി മാറുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വാട്സപ്പ് കൂട്ടായ്മ, കോവിഡ് മഹാമാരിയുടെ കാലത്തിൽ പ്രവാസികൾ വളരെ ദുരനുഭവം ഉണ്ടായ ഒരു സമയത്ത് UAE മെഡിസിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ, കാര്യം ഫ്ലൈറ്റ് എല്ലാം സ്റ്റോപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് മെഡിസിൻ, ഈ ജീവിതശൈലി രോഗങ്ങളായിട്ട് ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുമായി നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് മെഡിസിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരുടെ സ്റ്റോക്ക് കൈമാറാനും ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അവരെ ക്വാറന്റൈൻ ചെയ്യുവാനും ഉള്ള സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം. നമ്മളാൽ കഴിയുന്ന പ്രവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളുടെ കുടുംബത്തെയും സഹായിക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് അവിടെ UAE നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെന്ന് വെച്ചാൽ അവിടെ വരുന്ന വിസയിലും ജോലി അന്വേഷിക്കുന്നവർക്കും ജോലികൾ നമ്മളാ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുക്കുന്നു, ജോലി അവർക്ക് മേടിച്ചു കൊടുക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മെയിൻലി നമ്മൾ ചെയ്തിരിക്കുന്നത്.
പ്രവാസിയുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിച്ചു വരുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സാമൂഹ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളും മറ്റു രാജ്യങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ എന്നുകൂടി ചേർത്തതും മറ്റു രാജ്യങ്ങളിൽ കൺവീനർമാരെ നിയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ജില്ലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100-ൽ പരം സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനും തീരുമാനിച്ചു. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബലിൻ്റെ രജിസ്ട്രേഡ് ലോഗോയും പ്രകാശനം ചെയ്തു. രക്ഷാധികാരി സിജാർ സ്നേഹസാന്ദ്രം, സഹരക്ഷാധികാരി ഹാരിസ് ഫുജൈറ, പ്രസിഡന്റ് ജോസഫ് വർഗീസ്, സെക്രട്ടറി രാജ്ദേവ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എന്നിടം പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ 26ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വാർഡ് തലത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ചേരാനും സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാനും എന്നിടം കൾച്ചറൽ ആൻഡ് ക്രിയേഷൻ സെൻ്ററിൻ്റെ CDS തല ഉദ്ഘാടനവും മുഹമ്മ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ ചരിത്ര പുസ്തകം രചനയുടെ പ്രകാശനവും പ്രശസ്ത സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് നിർവഹിച്ചു. എനിക്കിവിടെ ഏറ്റവും നമ്മുടെ പഞ്ചായത്തിനോട് മറ്റ് പഞ്ചായത്തുകൾക്കും എനിക്ക് ഉൾപ്പെടെ അസൂയുള്ള ഒരാളാണ് നമ്മുടെ സെക്രട്ടറി. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് എന്തൊക്കെ പ്രവൃത്തികളാണ് ഞാനുമായിട്ട് സംസാരിക്കാൻ പറയുന്നത്. അപ്പോൾ വിനോദത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓരോ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മളോട് പറയപ്പെടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിക്കുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറി അശോകൻ സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ സേതുഭായി അധ്യക്ഷയായി. ഇതോടനുബന്ധിച്ച് അയൽക്കൂട്ട അംഗങ്ങൾ, ബാലസഭാ കുട്ടികൾ, വയോജന അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവയുടെ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. സംരംഭ യൂണിറ്റുകളുടെ ഉൽപ്പന്ന വിപണനവും മേളയും ഫുഡ് ഫെസ്റ്റും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. ടൈനോസ് മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തലയിൽ മുക്കുപണ്ട തട്ടിപ്പ്. ഒരു തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് മുക്കുപണ്ടം പണയപ്പെടുത്തി 1 കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന് പോലീസ്. കായംകുളം ഭരണിക്കാവിൽ നിലംനികത്തൽ വ്യാപകം, പ്രതിഷേധം ശക്തം. ഭൂമാഫിയയാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപണം. ചേർത്തല നഗരത്തിൽ വീണ്ടും മാലിന്യം നിറയുന്നു. നഗരഹൃദയത്തിലെ പുത്തൻതോടിൻ്റെ സ്ഥിതി പഴയ അവസ്ഥയിലേക്ക് മാറുന്നു. ചേലത്ത ചേർത്തല ജലരേഖയാകുന്നുവെന്ന് ആക്ഷേപം. ആലപ്പുഴ കുടുംബക്കോടതി അപൂർവമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയായി. 14 വർഷം മുമ്പ് വേർപിരിഞ്ഞ ദമ്പതിമാർ പുനർവിവാഹത്തിന് തീരുമാനിച്ചു. കളർകോട് സ്വദേശി സുബ്രഹ്മണ്യനും കുതിരപ്പന്തി സ്വദേശിനി കൃഷ്ണകുമാരിയുമാണ് മകൾക്ക് വേണ്ടി ഒന്നിക്കാൻ തീരുമാനിച്ചത്. കൈയടിച്ച സമൂഹം. മുട്ടാർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആകാശയാത്രയുടെ ആവേശത്തിൽ. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായിട്ടാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിമാനയാത്ര ഒരുക്കിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.